ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ജി ഓഫ് ഗുഡ്നസ്സിലെ ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ വചനം യെശയ്യാപ്രവചനം 49 അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾക്കുവിൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിക്കുവിൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചും എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കയിൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചുമിരിക്കുന്നു. വളരെ ആശ്ചര്യകരമായ ഒരു ദൈവത്തിൻ്റെ വചനമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ, അവൻ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ദൈവം അവൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കള് അവന് എന്ത് പേരിടണമെന്ന് വളരെ ആലോചിച്ച് വളരെ തീരുമാനങ്ങളൊക്കെ അവരെടുത്താലും അതിൻ്റെ അവസാനം ആ വ്യക്തിയുടെ പേര് കൃത്യമായിട്ട് ദൈവം നിശ്ചയിച്ചതുപോലെ വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെയൊക്കെ പേരുകൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. അതിൻ്റെ പിന്നിലെല്ലാം ചെറിയ ചില സംഭവങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവം നിശ്ചയിച്ചുറപ്പിച്ചതായിട്ടുള്ള ഒരു പേരാണ് അവിടെ വരുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പറയാണ്, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിലിരിക്കൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. 139 സങ്കീർത്തനം 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്. നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയുള്ള കാര്യങ്ങളെ നിർമ്മിച്ചിരിക്കുന്നതും ദൈവം തന്നെയാണ്. അസ്ഥികൾ ഉരുവാകും മുമ്പേ ദൈവം നമ്മെ കണ്ട് നമ്മെ മെനഞ്ഞ് ദൈവം അമ്മയുടെ ഗർഭപാത്രത്തിൽ നമ്മെ ഉരുവാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ 139 സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവേ, നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണങ്ങൾ, എൻ്റെ വിചാരങ്ങൾ നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീ ഒരു പക്ഷേ ഒരു ദൈവ പൈതലായിരിക്കാം, വീണ്ടും ജനിച്ച ഒരു ദൈവമകനോ ദൈവമകളോ ആയിരിക്കാം. അതല്ല എങ്കിൽ നീ കർത്താവിനെ അറിയാത്ത ഒരു അവിശ്വാസിയായ ഒരു വ്യക്തിയായിരിക്കാം. എന്നാൽ ദൈവം പറയുകയാണ്, നീ ഇരിക്കുന്നതും നീ കിടക്കുന്നതും നിന്റെ നടപ്പും എല്ലാം ദൈവം ദൂരത്ത് നിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം അത് കണ്ടുകൊണ്ടിരിക്കുക, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ നിരൂപിക്കുന്ന കാര്യം പോലും ദൈവത്തിന് അറിയുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ ദിവസം എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന്, ഞാനിപ്പോൾ താമസിക്കുന്ന പോണ്ടിച്ചേരിയുടെ വീടിൻ്റെ അവിടെ നിന്ന് തമിഴ്നാട്ടിലെ ഒരു 20 കിലോമീറ്റർ അകലെ ഒരു വില്ലേജിൽ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു പോകാനിടയായിട്ട് തീർന്നു. അവിടെ വർഷങ്ങളായിട്ട് പല സഹോദരന്മാരും വന്ന് സുവിശേഷം അറിയിക്കുന്ന ഒരു ഏരിയയാണ്. വളരെ വിഗ്രഹങ്ങളെല്ലാം ആരാധിക്കുന്ന ഒരു വില്ലേജാണ്. ഇഷ്ടംപോലെ മന്ത്രവാദികളെല്ലാം ഉള്ള ഒരു ഏരിയയാണ്. അവിടെ ഉണ്ടായിരുന്ന സഭകൾ പലതും നിർജ്ജീവമായ അവസ്ഥയിലേക്ക് ആയിപ്പോയി. മുൻപ് സ്ഥാപിച്ച പല സഭകളും അത് അടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളെല്ലാം അവിടെ ഉണ്ട്. അങ്ങനെ ഇരിക്കെ കുറച്ച് സഹോദരന്മാരെ അവർ ട്രാക്ട് കൊടുത്ത് ഇങ്ങനെ ആ ഏരിയയിലെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഒരു സഭാ ഹോള് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ പ്രവർത്തനങ്ങളൊന്നുമില്ല, വിശ്വാസികളൊന്നുമില്ല. വളരെ കാട് കയറി വളരെ മോശമായ അവസ്ഥയിൽ കിടക്കുമ്പോൾ ഇവർ അതിൻ്റെ പാസ്റ്റർ അന്വേഷിച്ച്, അങ്ങനെ ആ ഒരു വയസ്സ് എന്ന പാസ്റ്ററാണ്, അദ്ദേഹത്തെ കണ്ടുപിടിച്ചപ്പോൾ അവിടെ കുറേ നാളുകളായിട്ട് പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല. മുൻപ് ആളുകളെല്ലാം വന്നിരുന്നു, ഇപ്പോൾ ആരും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞു, ഞങ്ങളിങ്ങനെ വില്ലേജുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അപ്പോൾ ആ സഭാ ഹോള് ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് അനുവദിച്ച് തരികയാണെങ്കിൽ ഞങ്ങളവിടെ പ്രവർത്തനം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാസ്റ്റർ അവർക്ക് ആ സഭാ ഹോള് തുറന്നു കൊടുത്തു. അങ്ങനെ അതിൻ്റെ ചുറ്റുമുണ്ടായിരുന്ന കാടെല്ലാം വെട്ടിത്തെളിച്ച് അവരവിടെ പ്രാർത്ഥന തുടങ്ങുവാനായിട്ട് ആരംഭിച്ചു. സമീപത്തുള്ള വീടുകളിലെല്ലാം പോയി അവർ ടാക്സ് എല്ലാം കൊടുത്ത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ആ സമയത്ത് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ടീം അവിടെ പ്രവർത്തനത്തിനായിട്ട് വരികയും അവരോട് ചേർന്ന് ഇവർ വീണ്ടും അവിടെ എല്ലാം പോയി വീടുകളിലെല്ലാം ട്രാക്ട് കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീക്ക് ഭൂതം ബാധിച്ചിരിക്കുന്ന ഒരു സഹോദരി, അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. വിവാഹം കഴിഞ്ഞ് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് ഭൂതം ബാധിച്ചു. ആരോ മന്ത്രവാദം ചെയ്തിട്ട് അവർക്ക് കഠിനമായ ഭൂതോപദ്രവങ്ങൾ ഉണ്ടായി. അങ്ങനെ ഭർത്താവുമായി നിരന്തരമായി ശണ്ട ഉണ്ടാക്കുകയും വഴക്ക് കൂടുകയും എല്ലാം ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ബന്ധുക്കളെല്ലാം ചേർന്ന് ഈ സ്ത്രീയെ മന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുപോയി. അവർക്ക് അതല്ലേ അറിയാവുള്ളൂ, അവർക്ക് മറ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർ മന്ത്രവാദികളുടെ അടുക്കൽ കൊണ്ടുപോയി. അങ്ങനെ മന്ത്രവാദികളുടെ അടുക്കൽ പല സ്വാമികൾ അങ്ങനെ മാറി മാറി കൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ കൈകളിലേക്ക് മെഴുകുതിരിയെല്ലാം ഉരുക്കി ഒഴിച്ചു, അവരെ കെട്ടിയിട്ട് ചാട്ടവാർ കൊണ്ട് അടിച്ചു,
വളരെ അവരെ ഉപദ്രവങ്ങൾക്കെല്ലാം വിധേയനാക്കി. അങ്ങനെ ഉപദ്രവങ്ങളെല്ലാം കഴിഞ്ഞ് വേദന കൊണ്ട് പൊളഞ്ഞ് അവർ വീട്ടിൽ വരുമ്പോൾ ഒരു 10 ദിവസത്തേക്ക് ഈ ബാധ മാറി നിൽക്കും. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഭൂതത്തെ അയച്ചിരിക്കുന്ന മന്ത്രവാദി തന്നെയാണ് ഈ 10 ദിവസത്തേക്ക് സൈലന്റ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അനേക ആളുകൾ ഭൂതോപദ്രവങ്ങൾ, മന്ത്രവാദത്തിന്റെ ഉപദ്രവങ്ങൾ മൂലം കഷ്ടപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ദൈവത്തിന്റെ മകനായി തീരുമ്പോൾ നമുക്ക് ആ മന്ത്രവാദത്തിന്റെ ശക്തി ഒന്നും നമ്മുടെ മേൽ വരികയില്ല. എന്നാൽ അതിന്റെ ചില ഡിസ്റ്റർബൻസ് എല്ലാം നമുക്ക് നേരിടുവാനായിട്ട് ഇടയായിട്ട് തീരും. എന്നാൽ നാം ഒരുക്കത്തിലും പ്രാർത്ഥനയിലുമാണ് നിൽക്കുന്നതെങ്കിൽ ഇതെല്ലാം തിരികെ പോവുകയും ചെയ്യും. അങ്ങനെ ഈ സഹോദരന്മാരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ പല ടൈമിൽ പല പ്രാവശ്യം അവരെ ആ സഭാ ഹാളിലേക്ക് അവരെ കൊണ്ടുപോയി. അങ്ങനെ ആ സഭാ ഹാളിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ സമാധാനമുണ്ട്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല, എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുകയില്ല, ഞാനതുകൊണ്ട് ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവരുടെ ആ സഹോദരിയുടെ അപ്പനെയും വേറെ അവരുടെ ഓരോ സ്വന്തക്കാരെയും അവിടെ അനുവദിച്ച് അങ്ങനെ ആ സഭാ ഹാളിൽ തന്നെ അവർ കിടപ്പും ആരംഭിച്ചു. അങ്ങനെ ഈ സഹോദരന്മാർ വൈകിട്ട് അവിടെ പോയി ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരിലുള്ള ആ ഭൂതം ഇളകും, അവരുടെ കണ്ണെല്ലാം മറഞ്ഞൊരു പ്രത്യേക നിലയിലാകും. എന്നാൽ ഒരു പൂർണ്ണമായി വിടുതൽ നടക്കുന്നില്ല. അങ്ങനെ ഈ സഹോദരൻ, എനിക്ക് പരിചയമുള്ള അതിനകത്തൊരു സഹോദരൻ, ഇതിൻ്റെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരൻ എന്നെ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ഫ്രീ ആണോ ചുമ്മാ വന്ന് അങ്ങനെ ഒന്ന് കാണാനായിട്ട്, ഒന്ന് സംസാരിക്കാനായിട്ട് എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പിശാചിനോട് വെളിയിൽ വരാൻ പറയേ, വെളിയിൽ വന്നിട്ട് നിങ്ങൾ പിശാചുമായിട്ട് സംസാരിക്കുക, യുദ്ധം ചെയ്യാനെല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അവരെ അങ്ങനെയൊക്കെ അവർക്ക് പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കൊരു നിയോഗം ഇല്ലാതെ ഞാൻ വരികയില്ല, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ വീണ്ടും എന്നെ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഭൂതത്തെ പുറത്താക്കാനായിട്ടൊന്നുമല്ല, ഞാനൊന്ന് വരാൻ കാണാം, ഒന്ന് സംസാരിച്ചിട്ട് പോരാം എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് പോയി. അങ്ങനെ പോയി ഞാൻ ആ സിസ്റ്ററെ കണ്ടു, സംസാരിച്ചു. അധികം ഒന്നും സംസാരിച്ചില്ല, ഒരു 2-3 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു പ്രേരണ വന്നപ്പോൾ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആ സഹോദരിയുടെ അപ്പൻ, പിന്നെ വേറെ അവിടെ അടുത്തുള്ള ആരോ വന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പകലാണ്, രാവിലെ ഒരു 10 മണി സമയമാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞു, നമുക്കൊരു പാട്ട് പാടാം എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിന് മലയാളം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, ശ്രീയേശു നാമം എന്നുള്ള പാട്ട് പാടാമെന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീയേശു നാമം എന്നുള്ള പാട്ട് പാടിക്കൊണ്ടിരിക്കെ തന്നെ ഇവരുടെ കണ്ണെല്ലാം മറിഞ്ഞ് വീഴുവാൻ തക്കവണ്ണം പോയി. അപ്പോൾ ഈ സഹോദരൻ പുറകിൽ നിന്ന് താങ്ങി പിടിച്ച് അവരെ അവിടെ കിടത്തി. അങ്ങനെ കിടത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരോട് പേര് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പേര് പറഞ്ഞു. എനിക്ക് മനസ്സിലായി ഒന്നുമില്ല. ഞാൻ വീണ്ടും അപ്പം ഈ സഹോദരിയുടെ പേരാണ് സഹോദരി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ബ്രദറിനോട് ചോദിച്ചു, ഇവരെന്താണ് പേര് പറയുന്നത്? അത് ആളുടെ പേര് തന്നെ പറയണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ വെളിയിൽ വന്നിട്ട് നിന്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ആ സർപ്പം വെളിയിൽ വന്നു, നാഗസർപ്പമാണെന്നും പറഞ്ഞ് ഒരു ആക്ഷൻ എല്ലാം കാണിച്ചു. ശരിക്കും ഭയാനകമായ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ സമയം. അപ്പോൾ അങ്ങനെ വീണ് കിടന്നിട്ട് അവൾ കഥ പറയാൻ തുടങ്ങി. ഈ സർപ്പം കഥ പറയാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, കഥ പറഞ്ഞൊക്കെ മതി, നീ സംസാരമൊക്കെ നിർത്തിക്കോ, നീ പുറത്തു പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാലും ദൈവത്തിൻ്റെ നിയോഗത്താലും അതിലുള്ള പിശാചിനെ അവിടുന്ന് ആ ബാധ ഇഴഞ്ഞ് അവിടുന്ന് പുറപ്പെട്ടു പോയി. നിങ്ങൾ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ അയച്ചു തരാം. ഞാൻ സഹോദരൻ വീഡിയോ എടുത്തൊന്നും എനിക്ക് അറിവുണ്ടായിരുന്നില്ല. അതിൻ്റെ സ്റ്റാർട്ടിങ് അല്ലെങ്കിലും അതിന് ശേഷമുള്ള അതിനെ പുറത്ത് കളയുന്ന ആ വീഡിയോ ദൈവകൃപയാൽ അങ്ങനെ ആ സഹോദരൻ എടുക്കുവാൻ കൊണ്ടിടയായിട്ട് തീർന്നു. ആ സഹോദരിയുടെ പേര് നിറൈമതി എന്നാണ്. സാധാരണ അവിടെ ഹിന്ദു കുടുംബങ്ങളിൽ ഒന്നും ഇല്ലാത്ത ഒരു പേരാണ് ആ സഹോദരിക്ക് ഇട്ടിരിക്കുന്നത്, നിറൈമതി. അവരുടെ മാതാപിതാക്കൾ വലിയ സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാരാണ്. അവരെങ്ങനെ ആ സഹോദരിക്ക് അങ്ങനെ പേരിട്ടു എന്നും അറിയില്ല. നിറൈമതി, സംതൃപ്തി എന്നർത്ഥമുള്ള ഒരു പേരാണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവത്തിൻ്റെ കൃപയാലുള്ള തെരഞ്ഞെടുപ്പിൽപ്പെട്ട ഒരു വ്യക്തിയെ അവരെ ഏത് സ്ഥലത്ത് എങ്ങനെയൊക്കെ വന്നാലും ദൈവം അവരെ സ്നേഹിച്ച് അവരെ കൊണ്ടുവന്ന് അവരെ കർത്താവിൻ്റെ മകളും മകനുമാക്കി തീർക്കുന്ന വേല ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പേരിൻ്റെ പിന്നിൽ പോലും ദൈവത്തിന് പ്ലാനുകളും പദ്ധതികളും ഉണ്ട്. ഇവിടെ പറയുകയാണ്, യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കൽ തന്നെ എൻ്റെ പേര് പ്രസ്താവിച്ചിരിക്കുന്നു. ഭൂതമെല്ലാം ഇറങ്ങിപ്പോയി. ആ സഹോദരി ഇപ്പോൾ ബൈബിളൊക്കെ വായിച്ച് ആ സഭയിൽ അങ്ങനെ പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവരുടെ പിതാവ് അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഒരു അനുഗ്രഹീതമായ ഒരു സന്തോഷകരമായ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. അവർക്കും അതൊരു ആശ്വാസവും അനുഗ്രഹമൊക്കെ ആയിത്തീരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നു. ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പേര് പോലും പ്രസ്താവിക്കുന്ന ദൈവമാണ്. നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതെല്ലാം ദൈവം ദൂരത്തുനിന്ന് അറിയുന്നു. ദൈവം ഗിദെയോൻ നമ്മുടെ മിദ്യാനിൽ വന്ന് ഇസ്രായേൽ ജനത്തെ വിഷമിപ്പിക്കുമ്പോൾ, കഷ്ടപ്പെടുത്തുമ്പോൾ അവർ നിലവിളിച്ചപ്പോൾ ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം ഗിദെയോനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-ാമത്തെ വാക്യം. അന്ന് രാത്രി യഹോവ അവനോട് കൽപ്പിച്ചത്, നിന്റെ അപ്പന്റെ ഇളയ കാളയായി 7 വയസ്സുള്ള 2ാമത്തെ കാളയെ കൊണ്ടുവന്ന് നിന്റെ അപ്പനുള്ള ബാലിൻ ബലിപീഠം ഇടിച്ച് അതിനരികെയുള്ള അശേര പ്രതിഷ്ഠകളെ വെട്ടിക്കളയുക.
അവിടെ ഇസ്രായേൽ ജനത്തിന് ഉപദ്രവം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇവരെ ദൈവം വിടുവിച്ചുകൊണ്ട് വന്ന ഒരു ദേശത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ദേവന്മാരെ നിങ്ങൾ ആരാധിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അവിടെയുള്ള ദേവന്മാരെ ഭജിച്ച നിമിത്തം ദൈവം ശത്രുക്കളെ എഴുന്നേൽപ്പിക്കുകയും ഇവരെ ഞെരുക്കുകയും ചെയ്യുന്ന ഒരു അനുഭവം 6-7 വർഷ അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. അപ്പോൾ അവർ നിലവിളിച്ചപ്പോൾ ദൈവം ഗിദെയോനെ എഴുന്നേൽപ്പിച്ചിട്ട് ദൈവം പറയുകയാണ്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ. നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മൃഗത്തിന്റെ കണക്ക് പോലും കർത്താവിന്റെ കയ്യിൽ വളരെ സ്പഷ്ടമാണ്. സെൻസസ് എടുക്കാൻ വരുന്ന ആൾക്കാരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്തൊക്കെയുണ്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. എന്നാൽ ദൈവത്തിന് കൃത്യമായിട്ട് വയസ്സ് എല്ലാം അറിയാം. നാം വിചാരിക്കുന്ന നമ്മുടെ കർത്താവിന് ഇതൊന്നും അറിയില്ല എന്നുള്ളതാണ്. നമ്മുടെ ദൈവം നമ്മളെ അത്രമാത്രം സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. ഗിദെയോനോട് പറയാണ്, നിന്റെ അപ്പന്റെ ഇളയ കാളയായ 7 വയസ്സുള്ള രണ്ടാമത്തെ കാളയെ യാഗത്തിനായിട്ട് നീ തെരഞ്ഞെടുക്കണം എന്ന് പറയുകയാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഉള്ള മൃഗങ്ങള്, നമ്മുടെ വീട്ടിലുള്ള വസ്തുക്കള്, നമ്മുടെ സാഹചര്യങ്ങൾ, ഇതെല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. നീ ഇപ്പോൾ ഏത് കഷ്ടതയിലൂടെ കടന്നു പോയാലും, ഏത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും, ഏത് ഞെരുക്കത്തിലൂടെ കടന്നു പോയാലും നിന്റെ സാഹചര്യങ്ങൾ ദൈവം അറിയുന്നുണ്ട്. എന്നാൽ നീ നിന്റെ പാപ വഴികളെ ഓർത്തൊന്ന് നിലവിളിക്കുമ്പോൾ ദൈവം നിന്നെ വിടുവിക്കും. ശത്രുവിന്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയാണ്, നിങ്ങളുടെ തലയിൽ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ഇതെല്ലാം ദൈവം എണ്ണി വെച്ചിരിക്കുക. ഈ മുടികളെല്ലാം ദൈവം എണ്ണി വെച്ചിരിക്കുക. ഇതിലൊന്ന് നമ്മൾ അറിയുന്നില്ല കൊഴിഞ്ഞു പോകുന്നത്, എന്നാൽ ദൈവം അറിയുന്നുണ്ട്. നാം കിടക്കുമ്പോഴോ നടക്കുമ്പോഴോ എവിടെയെങ്കിലും ഏതെങ്കിലും മുടി കൊഴിഞ്ഞു പോയാൽ ദൈവത്തിന് അറിയാം. നമ്മുടെ ദൈവം സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ സർവശക്തനായ ദൈവമാണ്. ഈ അഖിലാണ്ടത്തെ മുഴുവൻ നിർമ്മിച്ച, കോടാനുകോടി ഗ്രഹങ്ങളെ നിർമ്മിച്ച ദൈവം പൊട്ടുപോലെ കുഞ്ഞു പോലെ ഇരിക്കുന്ന ഈ ഭൂമിയിൽ ജനിപ്പിച്ച നമ്മളെല്ലാം അവനറിയാം. നമ്മൾ ഇരിക്കുന്നത്, നമ്മുടെ എഴുന്നേൽക്കുന്നത് എല്ലാം അവനറിയാം. നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യം വളരെ കഷ്ടം നിറഞ്ഞാണെങ്കിലും ദൈവ പൈതലേ, നീ പ്രയാസപ്പെടണ്ട. ദൈവം നിന്നെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. ദൈവം നിന്നെ വിടുവിക്കും. നീ നിരാശനാകണ്ട, നീ ഞെരുങ്ങണ്ട. ദൈവം എന്നെ കൈവിട്ടോ എന്ന് നീ നിരൂപിക്കേണ്ട. ദൈവം നിന്നെ കൈവിട്ട് കളയില്ല. കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിലൂടെ ദൈവം നിന്നെ കടത്തിവിടും. അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതൊരിക്കലും നിന്നെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫിലിപ്പിയർ 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാപമാണ്. വിചാരപ്പെടുന്നത് പിശാച് കൊണ്ടുവന്ന ഒത്തിരി നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരും. എന്നാൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ നാം മുറുകെ പിടിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യണം. അവിടെ പറയാണ്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക അത്ര വേണ്ടത്. അപ്പൊ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയിൽ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കണം. അപ്പൊ ഈ സ്തോത്രത്തിന് ഭയങ്കര ശക്തിയുണ്ട്. നാം സ്തോത്രം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അറിയിക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ഉത്തരം തരികയും ചെയ്യും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, നീ ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ ഉദരത്തിൽ ഇരിക്കൽ തന്നെ അവൻ നിന്റെ പേര് വിളിച്ചിരിക്കുന്നു. നിന്നെ അവൻ അറിയുന്നു. നീ ഇരിക്കുന്നത്, നടക്കുന്നത്, പോകുന്നത് എല്ലാം അവൻ അറിയുന്നു. നിന്റെ അയൽവക്കംകാരാരാണെന്ന് അവനറിയാം. അവൻ അതിരുകൾ വെച്ചിരിക്കുക. എവിടെ താമസിക്കണം, എങ്ങനെ താമസിക്കണം, എല്ലാ അതിരുകൾ വെച്ചിരിക്കുക. ദൈവത്തിന്റെ അതിരുകളിൽ നീ സുരക്ഷിതമാണ്. അവിടെ നമ്മുടെ അപ്പോസ്തലപ്രവൃത്തിയിൽ പറയാണ്, 17:26 പറയാണ്, ഭൂതലത്തിൽ എങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെ ഉളവാക്കി അതിനെ അതിരുകളും കാലങ്ങളും നിവാസങ്ങളും വെച്ചിരിക്കുന്നു. നീ ഒരു വലിയ മഞ്ഞ് പ്രദേശത്താണോ താമസിക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. ഭയങ്കര ചൂടുള്ള മരുഭൂമിയിലാണോ നീ താമസിക്കേണ്ടതെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. നീ ഈ കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ താമസിക്കേണ്ടത്, നിന്റെ അതിരുകളെല്ലാം ദൈവത്തിന്റെ കയ്യിൽ അവനാണ് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നത്. എവിടെ ജനിക്കണം, എവിടെ വളരണം, എവിടെ പഠിക്കണം, നിന്റെ അയൽക്കാരാര്, നിന്റെ സാഹചര്യങ്ങളെല്ലാം അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് നീ സംശയിക്കേണ്ട. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തെ അറിയിക്കുക. ദൈവം തീർച്ചയായിട്ടും നിന്നെ കൈവിടുകയില്ല. അവൻ നിന്റെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി തരും. ദൈവത്തിന് നന്ദിയുള്ളവനായിട്ട് ജീവിക്കുവാൻ തക്കവണ്ണം ഈ വചന കേൾവി അതിന് മുഖാന്തരമായി തീരട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമീൻ.